സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി 34 കോടി രൂപ കൈമാറുന്നതിൽ അനിശ്ചിതത്വം. വിദേശകാര്യ മന്ത്രാലയത്തിന് പണം കൈമാറാനായില്ല. പണം കൈമാറാനുള്ള അക്കൗണ്ട് നമ്പർ ഇതുവരെ ലഭിച്ചിട്ടില്ല. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് നിയമസഹായ സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വി എസ് രഞ്ജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. വി എസ് രഞ്ജിത്ത്, ഈ തുക കൈമാറേണ്ട അക്കൗണ്ട് സംബന്ധിച്ച് ഇപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണ്? സുജയ, വളരെ വേഗത്തിലാണ് 34 കോടി രൂപ മലയാളികൾ സമാഹരിച്ചത് അബ്ദുറഹീമിന് വേണ്ടി. കഴിഞ്ഞ 12-ാം തീയതിയാണ് ഈ തുക സമാഹരിച്ചത്. പക്ഷേ ഈ തുക ഇതുവരെ ഈ ട്രസ്റ്റിന് വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാരണം വിദേശകാര്യ മന്ത്രാലയമാണ് എംബസി വഴി ഈ തുക കുടുംബത്തിന് കൈമാറേണ്ടത്. കോടതി നടപടികൾ സൗദിയിൽ ആരംഭിച്ചിട്ടുണ്ട്. സൗദി ഉടൻ തന്നെ ഈ മരിച്ച യുവാവിന്റെ കുടുംബത്തെയും അബ്ദുറഹീമിനെയും വിളിച്ചു വരുത്തി ഈ മോചനദ്രവ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർപ്പാക്കും. അതിനുശേഷം ഈ മോചനദ്രവ്യം കൈമാറണം. മോചനദ്രവ്യം കൈമാറേണ്ടത് വിദേശകാര്യ മന്ത്രാലയം വഴിയാണ്. അതിനാദ്യം വിദേശകാര്യ മന്ത്രാലയം ഈ അക്കൗണ്ട് നമ്പർ ഈ ട്രസ്റ്റിന് കൈമാറുകയും ട്രസ്റ്റ് അതിലെ തുക 34 കോടി രൂപ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യണം. ഇത്ര നാളായിട്ടും വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് നൽകിയിട്ടില്ല. എംബസി രണ്ടാഴ്ച മുമ്പ് 10 ദിവസം മുമ്പ്, അതായത് ഈ പണം സമാഹരിച്ച 12-ാം തീയതി തന്നെ എംബസിയും മോചനദ്രവ്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു. പക്ഷെ ഇതുവരെ ഒരു നടപടിയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടുള്ള ഒരു ഡിലേ ആയിരിക്കണം എന്നാണ് നിയമസഹായ സമിതി പറയുന്നത്. പക്ഷേ വി മുരളീധരൻ ഉൾപ്പെടെ കേന്ദ്രമന്ത്രി വി മുരളീധരനുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ നിയമസഹായ സമിതി ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. നിയമസഹായ സമിതി കേന്ദ്ര ഇടപെടൽ തേടിയിട്ടുണ്ട്.